ഹലോ ഗായ്സ്, നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പൊ അടുത്ത വെള്ളിയാഴ്ച അപ്പൊ ഞങ്ങളൊന്ന് ചെറിയൊരു യാത്ര പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരും. ഓക്കെ അല്ലേ പൂസേ? നീ എന്താ ദോശ ചട്നി ചമ്മന്തി സാമ്പാർ ഒക്കെ ഒന്ന് പാഴ്സല്. ഇന്നും പാഴ്സല്, എന്നും പാഴ്സല്. അപ്പൊ അത് അതിന്റെ മുന്നേ എനിക്ക് വണ്ടിക്ക് ചെറിയ പണിയുണ്ട്. ടയറൊന്ന് ചേഞ്ച് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ടയർ മാറ്റണം. ബാക്കിലെ ടയർ ചെറിയൊരു കംപ്ലൈന്റ് സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ ടയർ മാറ്റണം. പിന്നെന്താ ഓർമ്മിച്ച് വൈപ്പർ ബ്ലേഡ് കംപ്ലൈന്റ് ആയി. അപ്പൊ അത് മാറ്റണം. അങ്ങനെ ചില്ലറ കാര്യങ്ങൾ. അപ്പൊ സനയ്ക്ക് പോവാണ്. സനയ്ക്ക് പോയിട്ട് ഒക്കെ സെറ്റാക്കിയിട്ട് ഒക്കെ മാറ്റിയിട്ട് ഇവിടെ വരാം. എന്നിട്ട് നമുക്കൊരു എപ്പോഴാണ് പോവുക? ഒരു 11 മണി 12 മണിയാകുമ്പോൾ പോവുക അല്ലേ? 11 ആകുമ്പോൾ പോവല്ലേ? നമുക്ക് സ്ഥലമൊക്കെ കണ്ടുപിടിക്കണ്ടേ? അപ്പൊക്കെന്നെ ടൈം ഉള്ളു. അപ്പൊ സ്ഥലം കണ്ടുപിടിക്കാൻ തന്നെ സമയം പോകും. എന്നാ ശരി. അപ്പൊ ഞാൻ പോണ വീഡിയോസ് കാണിച്ചു തരാം. ഓക്കെ. ഹലോ ഗായ്സ്. ഹായ്. അപ്പൊ നമ്മളിന്ന് പോവാൻ പോണത് എങ്ങോട്ടാണ്? മസ്കറ്റിക്ക് പോവാണ് ഗൈസ്. മാത്ര കുറെ ദിവസമായി മത്രയ്ക്ക് പോണം. ഇന്ന് നമുക്ക് മത്രയ്ക്ക് പോവാം. എന്താ പൂസേ? പെട്ടക്കാൻ നമുക്ക് മത്ര ഡോൾഫിൻ വാച്ചിങ്ങിന് കേറാൻ പറ്റുമോ? നോക്കി നോക്കാം. പക്ഷെ അവിടെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലേ, സൂക്ക് പോലെ. മസ്കറ്റിക്ക് പോവാ ആകെ നാട്ടിക്ക് പോകുമ്പോ മാത്രല്ലേ എയർപോർട്ടിക്ക്, അല്ലാണ്ട് ആ ഭാഗത്തേക്ക് പോവാറില്ല. ഇവിടുന്ന് എത്ര മണിക്കൂർ? 2.5 മണിക്കൂറാ. അതിന്റെ ഇടയിൽ നമുക്ക് ഭക്ഷണം കഴിക്കണം. രാവിലെ ദോശ കഴിച്ചിട്ടുള്ളൂ. ദോശയും സാമ്പാറും ചട്ടണിയും. ഭക്ഷണം കഴിക്കാറായിട്ടൊന്നുമില്ല. ഇപ്പൊ വിശക്കണമൊന്നുമില്ല അല്ലേ? ചെറുതായിട്ടൊക്കെ ഉണ്ടാകും. ഈ വഴി അങ്ങനെ സോഹാറി കിടക്കാൻ പറ്റില്ല. ശരിയാണ്. അവിടെ കഴിഞ്ഞ വഴി എത്തിയാലാണ് ടെൻഷൻ ഏരിയ. അപ്പൊ അതേ നമ്മള് എന്റെ ഇളക്കണം. ഇങ്ങനെ വെക്കാലേ? അപ്പൊ ഇത്ര വൈഡാവും. എന്താ പ്രശ്നം? ഇങ്ങനെ അപ്പൊ നമ്മള് പോവാണ് ഗൈസ്. അത് പള്ളിയുടെ അവിടേക്ക് എത്തിയാ? പള്ളി കഴിഞ്ഞു പോന്നു. നമ്മളെ രാജാവിന്റെ കോട്ട. അതിന്റെ അതല്ല ആ കോട്ട എന്ത് കോട്ടയെന്നാവോ? മറ്റേ ബസ് വരുന്ന സ്ഥലത്തേക്ക് എത്തിയാ? ബസ് അത് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു പൂസേ. നമ്മളിങ്ങനെ രണ്ടാളും പാടെ പോയിഞ്ഞ് ഫസ്റ്റ് അന്ന് പോയത് ഓർമ്മ ഉണ്ടാവുന്നേ. അയ്യോ, ഫസ്റ്റ് നമ്മള് മറ്റേ അക്കോടും കൊണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോ സ്റ്റീറിംഗ് ഒക്കെ ഉണ്ട്. സ്റ്റീറിംഗിന്റെ ബുഷൊക്കെ പോയിട്ട് പിന്നെ അതുമല്ല അവിടെ എത്തിയിട്ട് വഴി തെറ്റിട്ട് അതാണ് പ്രാന്ത. ഇത് ഒരു പാർക്കിങ്ങിന്റെ ഉള്ളിക്കേണ്ടി കേറിയിട്ട് മറ്റേ വഴി കണ്ടെത്തുക എന്നുള്ള പരിപാടി. എങ്ങനെ നോക്കിയാലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അന്ന് പെട്ടു. എക്സിറ്റ് കാണും അധികവും പിന്നെയോ അതിന്റെ ഉള്ളിൽ തന്നെ. എന്തല്ലേ എന്റെ അമ്മേ. വണ്ടൂസത്തെ ഡ്രസ് പിന്നെ ക്വാളിറ്റി അല്ല, പക്ഷെ ആ പൈസയുടെ ക്വാളിറ്റി ഉണ്ട്. വണ്ടൂസിലെ ആ റിയാലിന്റെ. പിന്നെ വീട്ടിലൊക്കെ ഇടാൻ പറ്റും. എവിടേക്ക് പോണ്? തിരിയല്ലേ അവിടെ നിക്ക്. എനിക്ക് ഇനിയൊരു സാധനം വാങ്ങണം. ക്യാമറ വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം. എങ്ങനെയുണ്ട് ഷർട്ട്? പുതിയ ഷർട്ട് എങ്ങനെയുണ്ട് ഗൈസ്? അതെ, പുതിയ ഷർട്ടാണ് ഗൈസ്. ഇന്നലെ ഞങ്ങള് നെസ്റ്റോ പോയിട്ട് എടുത്തതാണ് ഗൈസ്. പൈസ നോക്കിയില്ല. പൈസ കല്ലിയ പണം പോയി ബിൽഡിങ് ഇതില് വല്ല ഫയർ ആൻഡ് സേഫ്റ്റിന്റെ എന്തെങ്കിലും വേണോന്നാവും. ഇന്നലെ
ഈ സ്റ്റീറിങ്ങിന്റെ ഇത് ആളോട് പൈസ ചോദിക്കും. നീ ഇപ്പൊ കൂടെ സെറ്റ് ചെയ്യടാ കുമാർ ഭായി. ഫസ്റ്റ് കുമാർ ഭായി നിങ്ങളെ കടയിലില്ലേ, അപ്പൊ അവിടുന്ന് മൂപ്പരയില് ചിലപ്പോ തിരയാൻ മടിയായിട്ടാണ്. അപ്പൊ എന്നോട് പിന്നെ അയച്ചിട്ട് സാമ്പിൾ ഉണ്ട്. അപ്പൊ കുഞ്ഞിട്ട് സാമ്പിളും കൊണ്ട് അവിടെ ഉണ്ടാവും, സാധനം ഇവിടെ ഉണ്ടാവും. പിന്നെ ആ 8 മണി കഴിഞ്ഞാണ്, ഞാൻ 8 മണി ഒക്കെ കഴിഞ്ഞിട്ടാ ഞാൻ അയച്ചത്. അടുപ്പിച്ച് ക്യാമറകളല്ലേ. ആ ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ വരുമ്പോ ഒരു വേറൊരു ഇല്ലേ, സോഹാറ് ഫലജ് നമുക്ക് ഏത് കുഴിയിലിട്ടാലും നമ്മള് നമ്മുടെ വീട്ടിലേക്ക് എത്തും. പിന്നെ വരെ ഇത് ഇവിടേക്ക് ഇങ്ങോട്ട് കണക്കിന് കൊറേ ആയില്ലേ. എന്ന് പറയാൻ മാതിരി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അത് സൊഹാർക്കുള്ള എൻട്രൻസ് ആണ്. സൊഹാർ ഗേറ്റ് എന്ന് പറയും. മലയാളി ഹോട്ടലിൽ അതാകുമ്പോ പറയാം നമ്മളെ ടേസ്റ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ. വേറെ അറിയില്ല, ഉണ്ടാവും ഹോട്ടലുകൾ ഇഷ്ടംമാരി ഉണ്ട്. അപ്പൊ നമ്മുടെ ഹോട്ടലിൽ കിട്ടിട്ടാ നമ്മുടെ കേരള ഫുഡ് കിട്ടും. മലപ്പുറം സ്റ്റാൾ. അതെ, ഹോട്ടലെത്തി. വിശക്കുന്നുണ്ട്, ഫുഡ് കഴിച്ചിട്ട് ബാക്കി മതി. ചിക്കൻ ബിരിയാണി നമ്മളിവിടെ പോയി ചിക്കൻ ബിരിയാണി മതി പ്ലാൻ ചെയ്ത് കുറെ വരും. അത് കഴിക്കണം. ലാസ്റ്റ് ഇങ്ങനെ മെനു നോക്കി, എവിടെ ബിരിയാണി, എവിടെ ആ ബിരിയാണീന്റെ അവിടേക്ക് എത്തണം. ഇതിലെവിടെ ബിരിയാണി പറഞ്ഞിട്ടുള്ളത്? നമ്മളന്ന് വന്നപ്പോ സെറ്റപ്പ് ഇല്ല അല്ലേ, ഒന്നും സെറ്റപ്പ് ആയില്ല. ഇത് ബീഫല്ലേ? തണുത്തോളം എടുത്തോ, തണുത്തൊരു വെള്ളം ഇടയ്ക്ക്. ഇത് ബീഫോ? പപ്പടം വേണ്ട, ചക്കര മുളക് പപ്പടം വേണ്ടല്ലോ. ജ്യൂസ് നാട്ടില് കല്യാണത്തിന് പോയി നമ്മുടെ ബിരിയാണി ഇവിടെ ഉണ്ട്. ഒരു ബീഫിന്റെ ടേസ്റ്റ് കട്ടിയുള്ള സത്യം. നാട്ടിലെ നീ ബീഫ് എടുത്ത് കഴിച്ചോളൂ. ഞാൻ കഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കിയുള്ള അല്ലേ, വിശക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചു. എനർജി കിട്ടി. മേടിച്ചു. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് നമ്മുടെ നാട്ടിലെ ഇഞ്ചി മിഠായി, പിന്നെന്താ മറ്റേ ഗ്യാസ് മിഠായി, അങ്ങനത്തെ മിഠായി കണ്ടപ്പോ മേടിച്ചു. ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് 53 മിനിറ്റ് കാണിക്കുന്നല്ലേ? 50 മിനിറ്റ് മാത്ര. 4:00 എത്തും. അപ്പൊ കറക്റ്റ് ടൈമാ അല്ലേ?
Guys, അപ്പൊ guys, ഒടുവിൽ ഞങ്ങൾ ആ ദൗത്യം വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ മദ്രാസ് ഊർക്കെത്തി. ആണോ നമ്മളെ രാജാവിന്റെ കപ്പല്. അപ്പൊ ഇതാണ് നമ്മുടെ ശിവന്റെ അമ്പലം, മത്രയിലുള്ള ശിവന്റെ അമ്പലം. ഇതിപ്പോ ക്ലോസ് ആണ്. അപ്പൊ നമുക്ക് ഇനി ഇതിനായിട്ട് ഒരു ദിവസം നമ്മൾ വരും. ഇതാണ് അമ്പലം. അമ്പലം കണ്ടു, അമ്പലം കണ്ടു, തുറന്നിട്ടില്ല. കടല് കാണുന്നു. നമ്മുടെ കടല്, കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് ഇവിടെ നമ്മുടെ കൊറേ നേരം അൽബാരി റോഡ് പറയണത്. എന്തൊരു റോഡാണ്. ഞാൻ വരൂല. പോന്നു സെറ്റാണ്. അങ്ങനെ നമ്മളാ കുജി തന്നെ നടന്നു കഴിഞ്ഞാൽ കുജി തന്നെ നടക്കേണ്ടി വരും. അല്ലേ? അതെ അതെ. എന്താ പറ അപ്പൊ അങ്ങനെ ഞങ്ങള് എവിടെ എത്തി? മത്ര എത്തി ഗായ്സ്. മത്ര എത്തി. മത്ര ഭയങ്കര വെയില. കുറച്ചുകൂടി വൈകിട്ട് വരണ്ടായിരുന്നു അല്ലേ? ഞങ്ങള് ശിവ ടെമ്പിള് കണ്ടു, ലൊക്കേഷൻ കണ്ടു. ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ലല്ലോ, കാരണം ഇനി എപ്പോഴാ തുറക്കുക എന്നുള്ളത് ഞങ്ങൾ നോക്കിയില്ല. അപ്പൊ ഒന്നുമില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോണം. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ കുറച്ചേരം അവിടെ നിന്നിട്ടേ നമുക്ക് അവിടെ പോയി നോക്കാം. റൂട്ട് ഏതായാലും മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പോയി നോക്കാം. തുറക്കുകയാണെങ്കിൽ തുറക്കട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അല്ലേ? ലുക്ക് ആ വെള്ളത്തിന്റെ ഇത് ഭയങ്കര അടിപൊളിയാ. അത് വൈകുന്നേരത്തെ അതിന്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടടി. അങ്ങോട്ട് ആ വെയിലത്തേക്ക് പോകണ്ടല്ലേ? പോവല്ലേ ഇപ്പൊ വെയിലത്തേക്ക്? ഫോട്ടോസ് എടുക്കാം. വൈകുന്നേരം ആകുമ്പോ വന്നിട്ട് വീഡിയോ അല്ലേ? ഇനിയിപ്പോഴും നമ്മള് പോക്ക്. ഫോണെവിടെ? അവിടെ കളഞ്ഞു. എന്നാ ഐഫോൺ എടുക്ക, ഞാൻ അതില് ഞാനും നോക്കാം. അതിപ്പോ റെക്കോർഡറല്ലേ? അതെ, നമ്മളെ മുക്കും മൂലയൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. നമ്മളെ വണ്ടി കിടക്കണ കണ്ടോ? നമ്മളെ വണ്ടി കിടക്കുന്ന കണ്ടോ ഗായ്സ്? നമ്മളെ രഥം വരുന്നു ബസ്. അതറിയില്ല, കസേരന്റെ കൂടി കയറി. 2 മൈൻ എവിടെ പോയൊരു 2 മൈൻ നോക്കൂ ഗായ്സ്. ബാസ്കറ്റ് ഒന്നും പാർക്കില്ലാത്തോണ്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നല്ലേ? അല്ല സോറി, സോഹാർ പാർക്ക് ഇല്ലാത്തോണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാസ്കറ്റിക്ക് വന്നത്. അപ്പോ എവിടെ എത്തി നമ്മള്? നമ്മുടെ മത്ര ബീച്ചല്ലേ ഇത്? മത്ര ബീച്ച്. അവിടെ എത്തി. അപ്പൊ ഞങ്ങള് പാർക്കിംഗ് ഭയങ്കര സീൻ. പാർക്കിംഗ് കിട്ടിയില്ല. ഇപ്പൊ ഒരു ഫൈനൊക്കെ അടിച്ച് വീഴ്ത്തിയത്. അവസാനം പാർക്കിംഗ് കിട്ടി. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. ഇവിടെ ചായ ഇട്ടോ നോക്കാം, നല്ലൊരു ചായ ഇട്ടണം. അടിച്ചായിട്ട് ഇവിടെ റോയൽ ഹൗസ് റെസ്റ്റോറന്റ്. നമ്മളെ സൗഹാർദ്ദം വരെ അടിച്ചായിട്ട് ഇവിടെ അടിയുള്ള ചായ ഇട്ടുണ്ടോ? അപ്പൊ നോക്കിട്ട് പിന്നെ ചായ വേണം. ഒറ്റടി. എന്താ ചായ പിന്നില് ജ്യൂസ് കുടിക്കല്ലേ?
ജ്യൂസ് ഷവർമ്മ. ജ്യൂസ് ഷവർമ്മ. നിനക്കേതാ? ജ്യൂസ് വേണം. എന്ത് ജ്യൂസ് പറഞ്ഞു? പിന്നെന്താ പറഞ്ഞ പൈനാപ്പിൾ. ഞാൻ ഓർത്ത് നമ്മുടെ അപ്പൊ മസ്കറ്റിന്റെ ഇടവഴിയിലൂടെ ഞങ്ങൾ നടന്നു പോവുകയാണ്. നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാണൂ, ഇവിടത്തെ ഏരിയാസ് ആണിത്. പഴയ വീടായിരുന്നു തോന്നുന്നുണ്ട്. അങ്ങോട്ടൊക്കെ മണ്ണുകൊണ്ട് നമ്മുടെ നാട്ടിൽ മണ്ണ് വരി പൊത്തിയ വീടുകളാണ്. നടത്തി നമ്മളത് കുടിയല്ലേ പോയിരുന്നത്. ഇങ്ങനെ പോയി അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. അതൊക്കെ പോയി ഞാനുണ്ടേ. പക്ഷെ ഇത് സ്ട്രോങ് ആടി. മണ്ടപ്പള്ളി മണ്ണാണ്. ആ കല്ലിന്റെ മണ്ണ മസ ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഇപ്പം മണ്ടപ്പള്ളി വണ്ടി. ഈച്ച വന്നിരിക്കുന്നു. അതാ കോട്ട, നമ്മൾ 5 റിയാലിന്റെ കോട്ട. ഹലോ, അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇവിടൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് കണ്ട്. അപ്പൊ ഇനി നേരെ നമ്മളെ സ്വഭാവം അല്ലേ, നമ്മളെ നാട്ടിക്ക്. അയ്യോ, ഇനി ഇവിടെ ഭയങ്കര ബ്ലോക്കാ. ഭയങ്കര ബ്ലോക്കാ. എന്റെ പൊന്നോ,
ഇവിടെ ഒന്നാമത് ഈ സിഗ്നലില്ലേ, ഈ സിഗ്നലിന്റെ അത് ഉണ്ടാവുന്ന ബ്ലോക്ക്. മറ്റേ സംഭവം ആ ചെറിയ ഇതേ അത് ഇത്ര ടൈം കഴിഞ്ഞപ്പോ സിഗ്നൽ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ.